ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ വന്നിട്ടത് നമ്മുടെ സ്റ്റിക്കർ ചലഞ്ച് ആയിട്ടാണ്. സ്റ്റിക്കർ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിലൊക്കെ അയക്കുന്ന സ്റ്റിക്കേഴ്സ് ഇല്ലേ, അപ്പൊ അത് കുട്ടികളുടെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ആക്ടേഴ്സിന്റെ ആവാം, അങ്ങനെ മലയാള ആക്ടേഴ്സിന്റെ, അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഏട്ടൻ ചെയ്യും, ഒന്ന് ഞാൻ ചെയ്യും, അതുപോലെ ഞാൻ ചെയ്ത് കാണിക്കണം. അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പൊ ഫസ്റ്റ് സ്റ്റിക്കർ നമ്മൾ സ്റ്റിക്കർ ഇവിടെ കൊടുക്കാം കേട്ടോ. അടുത്ത സ്റ്റിക്കർ ഞാൻ കാണിക്കും. സ്റ്റിക്കർ ഞാൻ കാണിക്കുമ്പോൾ അതെനിക്ക് അടുത്ത സ്റ്റിക്കർ അല്ലല്ലേ, ഈ ആളുടെ ചെയ്യും ആ പുച്ഛം. ഈ ചാലഞ്ചിൽ ആരാ വിൻ ചെയ്തെന്ന് നിങ്ങൾ പറയട്ടോ. മിക്കതും ഞാനായിരിക്കും. അടുത്തത് ഇതട്ടോ, അവിടെ കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഏട്ടന്റെ ടേൺ ആണ്. ഈ ജയറാമിന്റെ എന്റെ ജയറാം അങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെയത് അതിൽ നോക്കി ചെയ്താ മതി. അടുത്തത് ഈ കുട്ടിയുടെ ഞാൻ ചെയ്യേ. അടുത്തത് ഇത് എപ്പോഴും എനിക്ക് അയക്കാറുള്ള സ്റ്റിക്കർ ഇത്. ഇങ്ങനെയല്ല, ഇതിങ്ങനെ അങ്ങനെ ആ സ്റ്റിക്കർ കണ്ടിട്ട് പറയുന്നത് അങ്ങനെ തന്നെയാണോ അത്. അടുത്തത് ഈ കുട്ടി കേട്ടോ. അടുത്ത ഒരു സ്റ്റിക്കർ നമ്മൾ കാണിക്കും. അത് നിങ്ങളുടെ വാട്സാപ്പിൽ ഉണ്ടാവും. അത് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ആ സ്റ്റിക്കർ അയച്ച് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തായാലും കമന്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത്. അതെന്തായാലും ഉണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പൊ നമുക്കിങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അപ്പോ അതെങ്ങനെ ബ്ലോഗ് ചെയ്യണം കാര്യങ്ങളൊക്കെ. പക്ഷെ എന്താ പറയാ, അതിന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ കാണുമ്പോഴൊക്കെ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ എല്ലാവരും വേണ്ടി വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് അങ്ങനെയല്ല, നമുക്കെന്താ വെച്ചാൽ നമ്മളൊക്കെ തുടക്കക്കാരാണ്. അപ്പൊ നമുക്കിങ്ങനെ ആഗ്രഹമുണ്ട്, ഒരു അംബീഷനാണ് അവരുടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടു പിന്നെ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യണം. നമ്മളങ്ങനെ എന്താ പറയാ, അഡ്വൈസും സ്വീകരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വൈസ് ചെയ്ത് തരാം, നമ്മൾ അനുഗ്രഹിക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. സംസാരിക്കാൻ ഇടം കൊടുത്തിട്ടുണ്ടല്ലോ ഒരു പ്രസംഗം. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.